അവില് കൊണ്ട് അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. വെള്ള അവിലല്ല കേട്ടോ, കുറച്ച് കട്ടിയുള്ള ടൈപ്പിലുള്ള അവിലാണ് എടുത്തത്. അപ്പൊ ആദ്യം നമുക്ക് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഇവിടെ വെക്കാം. ഇനിയിപ്പോൾ നമുക്കൊരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലോ ബട്ടറോ മറ്റോ മെൽട്ടാക്കിയതിന് ശേഷം നമുക്ക് ആദ്യം കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെജിറ്റബിൾ എല്ലാം ചേർത്ത് കൊടുക്കാം. 1 ഉള്ളിയും 1 തക്കാളിയും പിന്നെ 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇടണമെന്നില്ല, ഇതുപോലെ എല്ലാം ഒരുമിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമുക്കിനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കണ്ട കേട്ടോ, വേവിക്കാണ്ട് തന്നെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് വഴറ്റുമ്പോൾ തന്നെ ഈ ഉരുളക്കിഴങ്ങെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ വീതം മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഇത് 3ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഈ പൊടിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളം വാരാൻ വെച്ചിട്ടുള്ള അവിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. നമുക്ക് ഈ അവിലിൽ മസാലയെല്ലാം നല്ലോണം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിമെല്ലാം നല്ലപോലെ കുറച്ച് വെക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. 10 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ, അത്രയും സിമ്പിളാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ. സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന പോലെയല്ല. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വെജിറ്റബിൾ എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.